വെൽക്കം ഗൈസ്. നമ്മളെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ട്രേഡിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ടെക്നിക്കൽ അനാലിസിസ് പഠിപ്പിക്കുന്നു. അതായത് ചാർട്ട് അനാലിസിസ്. നമുക്ക് ചാർട്ട് അനാലിസിസ് പഠിച്ചാൽ എൻട്രി എടുക്കാൻ പറ്റും. അതിന് ഫോറക്സിലായാലും ഗോൾഡിലായാലും ഇന്ത്യൻ മാർക്കറ്റ് ഏതായാലും അപ്ലിക്കബിൾ ആയിരിക്കും ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് പാർട്സ് ആയിട്ടാണ് ഇടാൻ നോക്കുന്നത്. അതുകൊണ്ട് അധികം ലെങ്തി ആക്കൂല, അധികം ലെങ്തി ബോറായിരിക്കും. അതുകൊണ്ട് ചെറിയ ചെറിയ വീഡിയോ കുറച്ച് ഒന്നും ഇടാന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടെക്നിക്കൽ അനാലിസിസ് മൊത്തം ക്ലിയർ ആവും. എങ്ങനെ ചാർട്ട് കണ്ടാൽ അനാലൈസ് ചെയ്യല്, എങ്ങനെ എൻട്രി എടുക്കല്, എങ്ങനെ ട്രേഡിംഗ് വ്യൂ ഓപ്പറേറ്റ് ചെയ്യല് എല്ലാം തിരിയും. അതിൻ്റെ പാർട്ട് 1 ആയിരുന്നു. അപ്പം നമുക്ക് വീഡിയോയിലൊക്കെ കിടക്കാം. ഇന്ന് ജസ്റ്റ് മാർക്കറ്റത്തെ ട്രെൻഡ്സിനെ കുറിച്ച് അറിയുന്നത്. മാർക്കറ്റ് ത്രീ ടൈപ്സ് ഓഫ് ട്രെൻഡ്സ് ആയില്ലേ: ബുള്ളിഷ് ട്രെൻഡ്, ബെയറിഷ് ട്രെൻഡ്, റേഞ്ച്. അതിൽ നമ്മൾ ബുള്ളിഷിലും ബെയറിഷിലും എൻട്രീസ് എടുക്കും. റേഞ്ചിലും പിന്നെ മാർക്കറ്റിൽ വേണ്ടാന്ന് വേറെ സിറ്റുവേഷൻ ആണ് ന്യൂസ്. ആ രണ്ട് സിറ്റുവേഷനിലും നമ്മൾ എൻട്രീസ് എടുക്കൂല, ആ രണ്ടും ഒഴിവാക്കി. ബുള്ളിഷും ബെയറിഷും വരുമ്പോൾ എൻട്രി എടുക്കല്. അതില് നമ്മ ഈ സീരീസിൽ, അതായത് ഈ പ്ലേലിസ്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് SMC എന്ന് പറഞ്ഞൊരു ഇതാണ്, സ്ട്രാറ്റജിയാണ്. കുറെ സ്ട്രാറ്റജി അവൈലബിൾ ആണ്. എനിക്ക് നല്ലൊരു വിന്നിങ് റേറ്റ് തോന്നിയ സ്ട്രാറ്റജി SMC ആണ്. അത് പഠിച്ചെടുക്കാൻ വളരെ സിമ്പിളുമാണ്. അത് ഏതൊരാൾക്കാർക്കും, ഏത് പ്രായമില്ലായിരിക്കും, എത്ര ചെറിയ ആൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതിലും ഡെയിലി ഒരു 1 hour സ്പെൻഡ് ആക്കിയാൽ റെഡിയാവും. അപ്പം നമുക്ക് ആദ്യം ടൈപ്സ് ഓഫ് മാർക്കറ്റ് രണ്ടെണ്ണം പറയാം. അതായത് ടൈപ്സ് ഓഫ് ട്രെൻഡ്സ്, ബുള്ളിഷും ബെയറിഷും. ഞാൻ ബുള്ളിഷിന്റെ കാണിച്ചു തരാം. ബുള്ളിഷ് മാർക്കറ്റ് ഫോം ആവില്ല വെച്ചാൽ ഒരു ലോ, ഒരു ഹൈ, ആദ്യം ഒരു ലോ, ഒരു ഹയർ ഹൈ, അതിന് മുമ്പത്തെ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഉണ്ടാവുന്ന ഹൈ ആണ് ഹയർ ഹൈ. പിന്നെ ഹയർ ഹൈന്റെ ലോ ആണ് ഹയർ ലോ. ആ ഹൈനെ ബ്രേക്ക് ചെയ്യുമ്പോൾ ആദ്യം ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ഇങ്ങനെയാണ് ഒരു ബുള്ളിഷ് മാർക്കറ്റ് ഫോം ആവല്. ഇതിനാണ് ഒരു ബുള്ളിഷ് മാർക്കറ്റ് പറയുന്നത്. ഇതാണ് ഒരു ബുള്ളിഷ് മാർക്കറ്റ് സ്ട്രക്ചർ. സിമ്പിള് റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ചാൽ, ഇതൊരു സാധനത്തിന്റെ പൈസ 90 റുപ്യ. 90ആയി, ഇവിടെ എത്രയായി? 95ആയി. ആദ്യം 93ലേക്ക് വന്നു, 97ആയി, 94ലേക്ക് വന്നു, 99ആയി. അങ്ങനെ അങ്ങനെ മൂവ് ചെയ്യുന്നതാണ് ബുള്ളിഷ് മാർക്കറ്റ്. ഒരിക്കലും സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യില്ല മാർക്കറ്റ്. എപ്പോഴും ലിക്വിഡിറ്റി ക്ലെയിം ചെയ്തിട്ടേ പോകും. അതുകൊണ്ട് ഇങ്ങനത്തെ സ്ട്രക്ചറിൽ പോകും. അല്ലാണ്ട് ബുള്ളിഷ് പറഞ്ഞാൽ ഇങ്ങനെ ഒരു എല്ലാ പോലെ കുറെ ആളെ വിചാരം ബുള്ളിഷ് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒറ്റ ലൈൻ. അങ്ങനെ ഒരിക്കലും മാർക്കറ്റ് മൂവ് ആവില്ല. അതെപ്പോഴും മനസ്സിലാക്കണം. മാർക്കറ്റ് എപ്പോഴും ബുള്ളിഷ് പറഞ്ഞാൽ ഇങ്ങനെ 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 പോകും. അവിടെ ഒറ്റ ലൈനിൽ ബുള്ളിഷ് പോവില്ല. ഇപ്പം ബുള്ളിഷ് ഇരുന്നില്ലേ, ബുള്ളിഷ് മാർക്കറ്റ് ഇരുന്നെങ്കിൽ നമുക്ക് ബെയറിഷ് മാർക്കറ്റിനെ കുറിച്ച് പറയാം. അടുത്ത ടൈപ്പ് ഓഫ് ട്രെൻഡാണ് ബെയറിഷ് ട്രെൻഡ്. ബെയറിഷ് ട്രെൻഡ് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ്. ഒരു ഹൈ, ഒരു ലോ, ഒരു ഹൈ, ഒരു ലോവർ ലോ. മറ്റിടത്ത് ഹയർ ഹൈ ആണ്, ഇവിടെ ലോവർ ലോ. അതായത് പ്രീവിയസ് ലോനെ ബ്രേക്ക് ചെയ്യുന്നത്. അത് ഫോമായി ആദ്യ ബാഗിലേക്ക് പോയിട്ട് ഫോം ചെയ്തതാണ് ലോവർ ഹൈ, ലോവർ ലോ. അങ്ങനെയാണ് ബുള്ളിഷ് മാർക്കറ്റ് ഫോം ചെയ്യല്. അതായത് നമുക്കൊരു ട്രെൻഡ് ബുള്ളിഷ് ആണെന്ന് ഇരിക്കണമെങ്കിൽ എന്ന് ഇതാ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ഹൈ ഫോം ചെയ്യണം. അപ്പൊ നമുക്ക് ബുള്ളിഷ് ആണ് കൺഫേം ചെയ്യാൻ പറ്റല്. അതേപോലെ ബെയറിഷ് ആണ് കൺഫേം ചെയ്യാൻ പറ്റല് ഒരു ലോനെ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ലോ ഫോം ചെയ്യണം. ഇതാ ഈ ഒരു ലോനെ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ലോ ഫോം ചെയ്യുമ്പോൾ അത് ബെയറിഷ് ആണ് ഇരിക്കണം. ഇതെല്ലാം എങ്ങനെയാ ഇതിന്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് കൺട്രോൾ പഠിക്കേണ്ടാലും വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അധികം കൺഫ്യൂഷൻ ആക്കുന്നില്ല. രണ്ട് ടൈപ്പ് ഓഫ് ട്രെൻഡ്സ് വന്നു. പിന്നെ വേറെ ഒരു ട്രെൻഡ് പറഞ്ഞാല് റേഞ്ച് ആണ്, റേഞ്ച് മാർക്കറ്റ് പറയും. അതിലമ്മ ട്രേഡ് എടുക്കൂല, അതിലമ്മ അത് നോക്കിയിട്ട് വരില്ല, അതിൽ ഒരിക്കലും ട്രേഡ് എടുത്തൂടാ. അത് നമ്മളെ സ്ട്രാറ്റജി ആയിട്ട് വർക്ക് ആവില്ല. അതുകൊണ്ട് ഇതും ന്യൂസിന്റെ ടൈമിൽ നമ്മൾ ട്രേഡ് എടുക്കൂല. അപ്പൊ ഇതാണ് 3 ടൈപ്പ് ഓഫ് ട്രെൻഡ്. ഇപ്പൊ ട്രെൻഡ്സ് എല്ലാവർക്കും ക്ലിയർ ആയി കഴിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ ചാർട്ടിൽ കാണാം.
അഥവാ എന്തെങ്കിലും ഡൗട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ പറയുന്നേരം എന്തെങ്കിലും ഡൗട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അതിൽ ജോയിൻ ആയിട്ട് ഡൗട്ട്സ് എല്ലാവരും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന. നമുക്ക് ഈ ചാർട്ടിൽ ഇന്റർവ്യൂ എക്സാമ്പിൾ ആണ്. ഞാനിപ്പോ ഗോൾഡിന്റെ ചാർട്ട് എടുത്തിട്ടുണ്ട്. അതിൽ 1 hour ടൈം ഫ്രെയിമിൽ നല്ലൊരു എക്സാമ്പിൾ കിട്ടും. ഇതോ ഈ ഒരു പോർഷൻ നമുക്ക് മേക്ക് ചെയ്ത് എടുത്താൽ ഒരു ബെയറിഷ് മാർക്കറ്റിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ മാർക്ക് ചെയ്ത സ്ഥലം മാത്രം നോക്കിയാൽ മതി. ആദ്യം ഇത് കാണുമ്പോൾ മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കും, ചാർട്ട് കാണുമ്പോൾ നല്ല മെല്ലെ മെല്ലെ റെഡിയാവും. ഇത് ബെയറിഷ് മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൈ, ഒരു ലോ, ഹൈ, ലോ, ഇത് ലോനെ ബ്രേക്ക് ആയിട്ട് ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, അങ്ങനെ പോകുന്നതാണ് ബെയറിഷ് മാർക്കറ്റ്. ഇവിടുന്ന് ട്രെൻഡ് മാറി, ഇവിടുന്ന് ഇങ്ങോട്ട് ബുള്ളിഷ് ആയി. ഇപ്പം പറഞ്ഞുതരാം. അപ്പം ഇതാണ് സിമ്പിൾ ആയിട്ട് ഒരു ബെയറിഷ് മാർക്കറ്റിന് എക്സാമ്പിൾ. ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ ഇങ്ങനെ മാർക്കറ്റിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. കാരണം ഇത് കുറെ ബാക്ക് ടെസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ ഈ പറയുന്ന ടൈമിൽ തന്നെ നിങ്ങൾ ട്രേഡ് വ്യൂ എന്ന് പറഞ്ഞ ഒരു ആപ്പ് പ്ലേ സ്റ്റോറിനും ആപ്പ് സ്റ്റോറിനും ഇൻസ്റ്റാൾ ആക്കിയിട്ട് ഇതെല്ലാം ചെയ്ത് നോക്കണം ഡെയിലി. മാർക്കറ്റ് ട്രെൻഡ് ഇപ്പം ഇന്ന് ഈ ക്ലാസ് കണ്ടാടും ഇത് കയറിയിട്ട് ട്രെൻഡ് അനലൈസ് ചെയ്യാൻ പഠിക്കുക, ബുള്ളിഷും ബെയറിഷും. ഇതാണ് ഇതിന്റെ ബേസ് പറയുന്നത്. ഇതില്ലാണ്ട് ഒന്നും നടക്കൂല. അപ്പം വേറെ ഒരു ക്ലിയർ എക്സാമ്പിൾ ഇതാ ബെയറിഷ് മാർക്കറ്റിന്. ജസ്റ്റ് നോക്കി വയ്ക്കോ. ഇപ്പൊ എക്സാമ്പിൾ ആണ് ബെയറിഷ് മാർക്കറ്റ്. ഇത് കഴിഞ്ഞാടും ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാലും ചാർട്ട് എടുത്തിട്ട് ബെയറിഷും ബുള്ളിഷും ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും. നമുക്ക് ഒരു ബുള്ളിഷ് മാർക്കറ്റിന് എക്സാമ്പിൾ നോക്കാം. ബുള്ളിഷ് മാർക്കറ്റിന് സിമ്പിൾ ഒരു എക്സാമ്പിൾ ഈ സോൺ നോക്കിക്കോ. ഈ ഒരു സോണിന്റെ ഉള്ളിൽ ബുള്ളിഷ് മാർക്കറ്റിന്റെ എക്സാമ്പിൾ ഉണ്ട്. ഇതാ ലോ, ഹൈ, ലോ, ഹയർ ഹൈ, അതായത് ആ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഹൈ, ഹയർ ഹൈൻ്റെ ലോ, ഹയർ ലോ, ഇത് അതിനെ ബ്രേക്ക് ചെയ്തത് ഹയർ ഹൈ, ഹയർ ലോ, അങ്ങനെ പോകും. ഇത് ഹയർ ഹൈ. അതാണ് ബുള്ളിഷ് മാർക്കറ്റിന്റെ എക്സാമ്പിൾ. ഇത് ഒരിക്കലും കണ്ടിട്ട് മാത്രം തിരിയുകയും ചെയ്യില്ല. അതുകൊണ്ട് ചാർട്ട് എടുത്തിട്ട് ഇങ്ങനെ നോക്കുക, ബുള്ളിഷും ബെയറിഷും ഐഡന്റിഫൈ ചെയ്യാം. അപ്പം ട്രെൻഡ്സ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യിടാം, അധികം ലെങ്തി ആക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ട്രേഡ് വ്യൂ ഓപ്പറേറ്റ് ചെയ്യുന്ന അതിന് എന്തെല്ലാം ഐക്കൺ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അതെല്ലാം പറയാം. പിന്നെ നമ്മുടെ സ്ട്രാറ്റജിയിലേക്ക് നോക്കാം.